നമുക്കറിയാം ഏതൊരു പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്താലും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വെൽക്കം മെസ്സേജ് ലഭിക്കും, അതും ഇമെയിൽ ആയിട്ട്. സോ നമ്മളും ഒരു പ്ലാറ്റ്ഫോമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇതുപോലെ ഒരു വെൽക്കം മെസ്സേജ് ആണ് ഇന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അതും യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ആ ഒരു യൂസർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വെൽക്കം മെസ്സേജ് ഇമെയിൽ ആയിട്ട് പോകണം. ആൻഡ് വെൽക്കം ടു എപ്പിസോഡ് 4 ഓഫ് ബിൽഡിംഗ് എ പ്ലാറ്റ്ഫോം. അങ്ങനെ ഓട്ടോമാറ്റിക് ഇമെയിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം അന്വേഷിച്ചത് ഇമെയിൽ APIs ആണ്. കാരണം ഇമെയിൽ APIs വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇമെയിൽ അയക്കാൻ പറ്റും. പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതിലുള്ള ഫ്രീ വേർഷൻസ് എല്ലാം വളരെ ലിമിറ്റഡ് ആണെന്നുള്ളത്. അതുകൊണ്ട് പെയ്ഡ് വേർഷൻസ് എടുത്തേ പറ്റൂ. ഇതിലുള്ള പെയ്ഡ് വേർഷൻസ് എല്ലാം വളരെ ചീപ്പ് ആണെങ്കിൽ പോലും നമ്മുടെ പ്ലാറ്റ്ഫോം ഒരു ലോങ് ടൈം വിഷൻ ആയതുകൊണ്ട് തന്നെ അത് പിന്നീട് വലിയൊരു എക്സ്പെൻസ് ആയി മാറിയേക്കാം. സോ ഇതിനുള്ള ഒരു സൊല്യൂഷനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് ഒരു ഇമെയിൽ API ഡെവലപ്പ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വേറെ ഒന്നും നോക്കില്ല, എന്റെ ഉള്ളത് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഇമെയിൽ API തന്നെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ റീസർച്ചിന് ശേഷം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി. അങ്ങനെ 4-5 മണിക്കൂറത്തെ ഡെവലപ്മെന്റിന് ശേഷം ഞാനൊരു ഇമെയിൽ API തന്നെ ഡെവലപ്പ് ചെയ്തു, അതും 0 കോസ്റ്റിൽ. സംഭവം സക്സസ് ആണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അധികം ടൈം വേസ്റ്റ് ആക്കാനും നിന്നില്ല. ഈ ഒരു ഇമെയിൽ API വെച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ഓട്ടോമാറ്റിക് വെൽക്കം ഇമെയിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്തു. സോ ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു പുതിയ യൂസർ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസറിന്റെ ഇമെയിലിലോട്ട് ഒരു വെൽക്കം മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ URL ഞാൻ നമ്മുടെ ബയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ഇതുപോലെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് ആയി അറിയിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ജസ്റ്റ് ഡു ഫോളോ മീ.